തൊടിയിൽ ഇത് പച്ചക്കറിക്കാലം. സ്വാഗതം ജനുവരിയിലെ ഞായറിൻ്റെ വേലയിലേക്ക്. കൃഷിയുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ കായ്കനികൾ ഭക്ഷിച്ചു ജീവിച്ച മനുഷ്യനിൽ നിന്നാണ്. അങ്ങനെ മനുഷ്യൻ ഭക്ഷിച്ചവ പിന്നീട് കൃഷി ചെയ്യാൻ തുടങ്ങി എന്ന് വേണം കരുതാൻ. 1,00,000 വർഷങ്ങൾക്ക് മുൻപേ മനുഷ്യൻ കായ്കനികൾ ഭക്ഷിക്കാൻ തുടങ്ങിയെന്നാണ് കരുതപ്പെടുന്നത്. വിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ മനുഷ്യൻ മൃഗപരിപാലനം തുടങ്ങിയിരുന്നു. ആദ്യം നായയെയും പിന്നീട് ചെമ്മരിയാടിനെയും ഇണക്കി വളർത്തിയ മനുഷ്യൻ ഏതാണ്ട് ഇതേ കാലയളവിൽ തന്നെ, അതായത് ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പേ കൃഷിയിൽ പിച്ച വെച്ചു തുടങ്ങി. മധ്യപൂർവ്വ ഏഷ്യയിൽ ക്രിസ്തുവിന് 7,500 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഗോതമ്പ്, ബാർലി എന്നിവ കൃഷി ചെയ്തിരുന്നു. സിന്ധു നദീതട സംസ്കാരത്തിൽ BC 2300-ൽ ബാർലി, ഗോതമ്പ്, പയർ, പരുത്തി എന്നിവ വളർത്തിയിരുന്നു. കൃഷി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ് അന്നും ഇന്നും. അതിനാൽ കാലാവസ്ഥയെക്കുറിച്ച് ലഭ്യമായ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് അന്ന് മുതലേ അറിവുകൾ ശേഖരിച്ചിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായിരിക്കുന്ന ഇക്കാലത്ത് അതിനനുസരിച്ചുള്ള പഠനങ്ങൾ ഉണ്ടാകുകയും കൃഷി ക്രമീകരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ അന്നം മുടങ്ങാതിരിക്കൂ. ഇനി ജനുവരിയിൽ തൊടികളിലും തോട്ടത്തിലും എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. 3 ഞാറ്റുവേലകളാണ് ജനുവരിയിലുള്ളത്. ഡിസംബർ 29-ന് തുടങ്ങി ജനുവരി 11-ന് അവസാനിക്കുന്ന പൂരാടമാണ് ഇതിൽ ഒന്നാമത്തേത്. ധനു 13 മുതൽ 26 വരെ നീളുന്ന ഈ ഞാറ്റുവേലയിൽ വിരിപ്പ് നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളിൽ പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ നടേണ്ട സമയമാണ്. ജലലഭ്യത ഉറപ്പാക്കിയാൽ ഇവ നന്നായി വിളയും. അടുക്കളത്തോട്ടങ്ങളിലും കൃഷി ഇറക്കാം. ഗ്രോ ബാഗിൽ, മട്ടുപ്പാവിലും പറമ്പിലുമെല്ലാം നല്ല അസ്സലായി പച്ചക്കറികൾ വിളയും. രാവിലത്തെ ചെറിയ തണുപ്പും മഴയില്ലാത്ത അന്തരീക്ഷവും പകലത്തെ ചൂടുമെല്ലാം ഇഷ്ടപ്പെടുന്ന വിളയാണ് ചീര. കോവൽ, മുളക്, വഴുതന, പാവൽ, പടവലം എന്നിവയെല്ലാം നന്നായി ഫലം തരും. രാത്രികാലങ്ങളിൽ തണുപ്പുള്ള കാലാവസ്ഥയുള്ള ഇടങ്ങളിൽ കാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ബീട്രൂട്ട് തുടങ്ങിയ ശീതകാല പച്ചക്കറികളും ഈ ഞാറ്റുവേലയിൽ നടാം. ഇവയുടെ തൈകൾ നട്ടാൽ മാർച്ചോടെ വിളവെടുക്കാം. തടമിളക്കി കുമ്മായ പ്രയോഗം നടത്തി ഉണക്കച്ചാണകം അടിവളമായി നൽകി വിത്തിട്ടാൽ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് വിളയിക്കാനാകും. സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന സ്ഥലങ്ങൾ വേണം പച്ചക്കറി കൃഷിക്കായി തിരഞ്ഞെടുക്കാൻ. കൃത്യമായ ജലസേചനവും ഉറപ്പാക്കണം. ജനുവരി 11 മുതൽ 24 വരെ നീളുന്ന രണ്ടാമത്തെ ഞാറ്റുവേലയാണ് ഉത്രാടം. ധനു 26 മുതൽ മകരം 10 വരെയുള്ള ഈ ഞാറ്റുവേലയിൽ വേനൽക്കാല പച്ചക്കറി കൃഷിയുടെ ജോലികൾ തുടരണം. വേനൽ കനക്കുന്ന കാലമായതിനാൽ ഇലകളോ ചപ്പുചവറുകളോ ഉപയോഗിച്ച് ചെടിച്ചുവടുകളിൽ പുതയിടുന്നത് നല്ലതാണ്. ജനുവരി 24 മുതൽ ഫെബ്രുവരി 7 വരെയുള്ള തിരുവോണം ഞാറ്റുവേലയോടെയാണ് ജനുവരിയിലെ കാർഷിക കലണ്ടർ അവസാനിക്കുന്നത്. മകരം 10 മുതൽ 24 വരെയാണ് ഈ ഞാറ്റുവേല. ഈ ഞാറ്റുവേല കഴിഞ്ഞ് വിരിപ്പ് നിലങ്ങളിൽ പച്ചക്കറി കൃഷി ചെയ്താൽ വിജയിക്കില്ലെന്നാണ്. വിഷുവിന് വെള്ളരി വിളവെടുക്കണമെങ്കിൽ മകരം 28-ന് നടണമെന്നാണ് പറയുന്നത്. വിഷുവിന് ശേഷം ഇടമഴകൾ ഉണ്ടാകാം. മകരം 28 കഴിഞ്ഞ് കൃഷി ഇറക്കിയാൽ വിളവെടുപ്പ് വെള്ളത്തിലാകുമെന്ന് കരുതിയാണ് ഈ ഞാറ്റുവേലയ്ക്ക് ശേഷം വിരിപ്പ് നിലങ്ങളിൽ പച്ചക്കറി കൃഷി ചെയ്യരുതെന്ന് പറയുന്നത്. ജനുവരിയിലെ ഞായറിൻ്റെ വേല ഇവിടെ സമാപിക്കുന്നു. വിത്തുതേങ്ങ സംഭരിക്കുകയും ഏത്തവാഴ നടുകയും ചെയ്യേണ്ട സമയമാണ് ഫെബ്രുവരി. അതേക്കുറിച്ച് അടുത്ത മാസം കാണാം. നമസ്കാരം.